പല്ല് നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുമോ? ഹിഡൻ ഡെന്റൽ സീക്രട്സ്. പല്ല് നോക്കി നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. എന്തിന്, പല്ല് നോക്കി നിങ്ങളുടെ ഹൃദയാരോഗ്യം വരെ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ വെറും ഒരു ഓറൽ ടിപ്സ് പറയുന്ന വീഡിയോ അല്ല. വീഡിയോ പൂർണ്ണമായിട്ടും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഡോക്ടർ ഷമി, നിങ്ങളുടെ ഡെന്റിസ്റ്റ്. പല്ല് ക്ലീൻ ആക്കുന്നത് കൊണ്ട് എല്ലാം തീർന്നോ? ഇല്ല. നിങ്ങളുടെ വായ നിങ്ങളുടെ ശരീരത്തിൻ്റെ മിററാണെന്ന് നിങ്ങൾ അറിയുക. ഒരു ഡോക്ടർ ആദ്യം നോക്കുന്നത് ആ പേഷ്യൻറ്റിൻ്റെ വായിലായിരിക്കും. നിങ്ങളുടെ ശരീരത്തിലുള്ള പല അസുഖങ്ങളുടെയും ഏർലി സൈൻസ് ആൻഡ് സിംറ്റംസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വായ്ക്കുള്ളിലാണ്. ബ്ലീഡിംഗ് ഗംസ്, മോണയിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുമെന്ന് പറയുന്നത് പലപ്പോഴും ബ്രഷിങ് കൊണ്ട് മാത്രം ആകണമെന്നില്ല. ചിലപ്പോൾ അതൊരു ഡയബറ്റീസിൻ്റെ സൈനാവാം. അതുപോലെ തന്നെ ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പല്ലുകടി, രാത്രിയിൽ നല്ല പല്ലുകടി ഉണ്ട് അല്ലെങ്കിൽ ബ്രാക്സിസം ഉണ്ട് എന്ന് കരുതുക. ഇത് വെറും ഒരു ഉറക്കത്തിലെ ശീലം മാത്രമല്ല, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ട്രെസ് ലെവൽ, നിങ്ങളുടെ മാനസിക സംഘർഷം വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. പിന്നെ കോമൺ ആയിട്ട് എല്ലാവരും പറയുന്നൊരു കംപ്ലൈൻ്റ് ആണല്ലോ വായ്പുണ്ണ്, അതായത് മൗത്ത് അൾസേഴ്സ്. ആവർത്തിച്ച് മൗത്ത് അൾസേഴ്സ് വരുന്നു എന്ന് പലരും പറയാറുണ്ട്. പലരും പറയുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ് അല്ലെങ്കിൽ ബി കോംപ്ലക്സിൻ്റെ കുറവാണ്. അതെ, അതുമൂലം ഉണ്ടാകാം. പക്ഷേ എപ്പോഴും ആവർത്തിച്ച് വരുന്ന വായ്പുണ്ണുകൾ വെറും ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി മാത്രമല്ല. മേ ബി അത് വേറൊരു പ്രോബ്ലം, അതായത് നിങ്ങളുടെ ഒരു സ്ട്രെസ് ലെവലിലോ ഹോർമോണൽ ലെവലിലോ വരുന്ന വ്യത്യാസങ്ങളായിരിക്കാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബാഡ് ബ്രെത്ത് ഉണ്ട്, വായ്നാറ്റമാണ്, ബ്രഷിങ് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരങ്ങളാകാം, ഉള്ളിയോ വെളുത്തുള്ളിയോ കൂടുതലായിട്ട് കഴിക്കുന്നത് കൊണ്ടാകാം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വായ്നാറ്റം എപ്പോഴും ഫുഡ് കൊണ്ടോ ബ്രഷിങ് കൊണ്ടോ ആവണമെന്നില്ല. വായുനാറ്റം ചില സമയങ്ങളിൽ ഗട്ട് ആരോഗ്യത്തിൻ്റെ, നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിൻ്റെ ഇൻഡിക്കേറ്ററാണ്. എന്തെങ്കിലും ഗട്ട് ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇത്തരം സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് വായുനാറ്റം അനുഭവപ്പെടാം. പല്ലിനെ ബാധിക്കുന്ന ഒരു കേട്, അത് അൺട്രീറ്റ് ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് കെയർ എടുത്തില്ല എന്ന് കരുതുക. ഈ കേടും ഇൻഫെക്ഷനും നിങ്ങളുടെ ബ്ലഡ് സ്ട്രീം വഴി രക്തത്തിലൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ എത്തിപ്പെടാം. മോണരോഗം പലപ്പോഴും ഹൃദയാഘാതങ്ങൾക്ക്, ഹാർട്ട് അറ്റാക്കിന് മെയിൻ കാരണമാണെന്ന് നിങ്ങൾക്കറിയാമോ? മാത്രമല്ല, പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്ന് കരുതുക. ഇത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ പൂർണ്ണമായിട്ടും ബാധിക്കുന്നു. പ്രീമച്വർ ബേബീസ് അല്ലെങ്കിൽ അണ്ടർ വെയ്റ്റ് ആയിട്ടുള്ള ബേബീസ്, പിന്നെ മറ്റ് അംഗവൈകല്യങ്ങളോടുകൂടി ജനിക്കുന്ന ബേബീസ്, ഇതിനൊക്കെ കാരണമാകാറുണ്ട് നിങ്ങളുടെ ഓറൽ ഹെൽത്ത്. നമ്മൾ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ബ്രഷിങ് മാത്രം മതി, പല്ല് കുറച്ച് വെളുത്തിരുന്നാൽ മതി എന്നതുകൊണ്ട് എല്ലാം ആകുന്നില്ല. ബ്രഷിങ് കൊണ്ട് നിങ്ങളുടെ പല്ല് വെളുക്കാം, പക്ഷേ അതിനൊപ്പം തന്നെ മോണയുടെ ആരോഗ്യം നോക്കണം, വായിലെ ടങ്ക് ഉൾപ്പെടെയുള്ള മറ്റാരോഗ്യങ്ങൾ നോക്കണം. അതുകൊണ്ട് തന്നെ ബ്രഷിങ്ങിനോടൊപ്പം തന്നെ ഫ്ലോസിങ് ചെയ്യണം, ടങ്ക് ക്ലീൻ ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ ഒരു ഡെൻ്റൽ ചെക്കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത ഹിഡൻ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്മൾ വിചാരിക്കും പല്ല് വേദന വരുമ്പോൾ മാത്രമാണ് ഒരു ഡെൻറ്റിസ്റ്റിനെ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്യാന്നുള്ളത്. ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങളറിയാത്ത പല ഹിഡൻ ചേഞ്ചസും ഒരു ഡോക്ടറിനെ കൊണ്ട് മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ വീഡിയോ നിങ്ങളിൽ പലർക്കും യൂസ്ഫുൾ ആകുന്നു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങളെങ്കിലും ഓറൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ സ്മൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ലുക്ക് മാത്രമല്ല, അതിന് പിന്നിൽ നിങ്ങളുടെ ഹെൽത്ത് സ്റ്റോറി കൂടെ ഉണ്ട്. ഇഗ്നോർ ചെയ്താൽ അതുമൂലം ഉണ്ടാകുന്ന സൈലൻറ്റ് ഡാമേജസ് മേ ബി വലുതായിരിക്കാം. ഇതുപോലെയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് വെച്ചോളൂ. വീണ്ടും ഇതുപോലെയുള്ള മറ്റു വീഡിയോസിലൂടെ കാണും വരെ ബൈ.